പട്ടിണി കിടന്ന് കിടന്ന് അവനെ കണ്ടാൽ അറിയാതെയായി. പട്ടിണി കിടന്നാൽ എന്താ അമ്മേ, ചുളുവില് നേതാവായില്ലേ? നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അവൻ വലിയ ആളാവും. അങ്ങനെ പറഞ്ഞു വിടമ്മേ. അമ്മയുടെ മകൻ നാളെ പഞ്ചായത്ത് പ്രസിഡന്റാ. പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം മെമ്പറെങ്കിലും ആവുമെന്ന്. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയരുത്. അവള് പറയട്ടമ്മേ, ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷന് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. എന്നിട്ട് വേണം അസംബ്ലിയിലോട്ടൊന്ന് നിൽക്കാൻ. നിക്കും നിന്ന് കാല് കളിക്കുമ്പോ കിടന്നു പോവാ മതി. നീ ചിരിക്കണ്ട. കണ്ടോ അമ്മേ, ഇതാ ഞാൻ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. നാട്ടിൽ എനിക്കുള്ള നിലയും വിലയും പോലും വീട്ടിലില്ലെങ്കിലോ? ആ നിലയും വരെയുള്ള സ്ഥാനാർത്ഥി അന്വേഷിച്ചിട്ട് മൈക്ക് സെറ്റുകാരൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അങ്ങനെ മുങ്ങാനും നോക്കണ്ട, കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛനെ പറ്റി തന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ? എന്തോന്ന്? അച്ഛൻ എന്നെ ജീവനാണെന്ന്. എന്റെ മോനെ, ഉള്ള സോപ്പ് മുഴുവൻ ഇപ്പോഴേ പതച്ച് കളയണ്ട. ഞാൻ കാശ് കൊടുത്തത് നേരാ. നീ പ്രസിഡന്റായി പഞ്ചായത്തിന് പൈസ കിട്ടുമ്പോ ആദ്യം എന്റെ കടന്നു തീർക്കണം. മൈക്ക് സെറ്റുകാരന് കൊടുത്ത 150 റുപ്യ. എത്രയെന്നാ പറഞ്ഞത്? 150. 150. അച്ഛന് 150, പിള്ളച്ചേട്ടന് 250. അപ്പൊ എല്ലാം കൂടെ ടോട്ടലായിട്ട് ഭയങ്കര എമൗണ്ട് ആവും കേട്ടോ. സംശയമില്ല, ഇവൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കും. ആ നീ ചോറ് വിളമ്പ്. ആദ്യത്തെ 3 ബൂത്തിലെ വോട്ടുകൾ എണ്ണിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ വിശ്വനാഥൻ PCP സ്ഥാനാർത്ഥി ശ്രീമാൻ ഉത്കണ്ഠൻ പിള്ളയേക്കാൾ 7 വോട്ടുകൾക്ക് മുന്നിലാണ്. അടുത്ത ബൂത്തോട് എണ്ണിട്ട് മതി. അത് എണ്ണാനൊന്നുമില്ല, അത് മുഴുവനും നമുക്കാ. അതുകൂടി എണ്ണി കഴിയുമ്പോ 7ന്റെ സ്ഥാനത്ത് 70 വോട്ടിന് നമ്മുടെ ഭാഷ ജയിക്കും. വിശ്വനാഥൻ സിന്ദാബാദ്, വിശ്വനാഥൻ സിന്ദാബാദ്. അവസാന ബൂത്ത് മാത്രം എണ്ണാനുള്ളപ്പോൾ PCP സ്ഥാനാർത്ഥി ശ്രീ ഉത്കണ്ഠൻ പിള്ള 4 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്. കുമ്പാട്ടിക്കടവ് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ കെ വിശ്വനാഥൻ, ഉത്കണ്ഠൻ പിള്ള എന്നിവർ റീകൗണ്ടിങ്ങിന് ശേഷവും 452 വോട്ടുകൾ വീതം നേടി തുല്യത പാലിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് വിജയിയെ ടോസിങ്ങിലൂടെ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലൊരു ഒപ്പിടണം. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് മാഷ്. പൂവോ തലയോ? തല. പൂ തന്നെ. പൂ. ആ ടോസി. കൺഗ്രാറ്റുലേഷൻ. ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠൻ പിള്ള നേതാവേ, ഒന്നാം വാർഡിന്റെ അഭിമാന ഭാജനമായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ഉത്കണ്ഠൻ പിള്ള ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുമ്മാട്ടിക്കടവിന്റെ പൊന്നോമനപുത്രൻ ശ്രീമാൻ ഉത്കണ്ഠൻ പിള്ള വിജയശ്രീ ലാളിതനായി ഇതാ കടന്നു വരുന്നു. ഒരു വിജയശ്രീ ലാളിതൻ നറുക്കെടുപ്പ് നടത്തിയ ഇവിടെ ഏത് തണ്ടിക്കും വിജയശ്രീ ലാളിതനാകാവിടെ. പോട്ടെ ഓക്കറേ, രാഷ്ട്രീയമാകുമ്പോ തോൽവിയും ജയമൊക്കെ പതിവാ എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പഠിക്കലെത്തിയപ്പോ കല മുടഞ്ഞു പോകാന്ന് പറഞ്ഞ പോലെയായി. ഏതെങ്കിലും ഒരു ദരിദ്രവാസി തിരിച്ചൊരു വോട്ട് ചെയ്തിരുന്നെങ്കിൽ. ഏതായാലും ഒന്നുമില്ലാത്തടത്തൊന്നും നമ്മൾ ഇതുവരെ എത്തിയില്ലേ. എങ്കിലും ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. അത് ഓർക്കുമ്പോഴാ. സാരമില്ല, ഇനി പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു MP ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെയൊക്കെ തലയിൽ ഇടുത്തേ വീഴും.
ഇവിടെ മാഷാകെ വിഷമിച്ചിരിക്കുക. വിഷമിക്കോടാ, വിഷമിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് അത്താഴക്കഞ്ഞിക്ക് അരി മേടിക്കാനാ ഇവരുടെ അച്ഛൻ കഞ്ചാവ് വെക്കണത്. കാറും ബംഗ്ലാവും ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വലിയ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കേമത്വം കാട്ടാൻ ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണിട്ടത്. ഇനിയൊന്നും ദൈവം ഒരിക്കലും വെറുതെ വിടുകയല്ല. ഒന്നാലോചിച്ച ദൈവദോഷമാണ് നമ്മൾ കാണിച്ചത്. അവരുടെ ഒരു വോട്ട് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ ഇപ്പൊ മാഷ് മെമ്പറായിരുന്നു. ഒരു ദിവസം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചോണ്ട് വരിക, പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾ തന്നെ വരിക. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൊച്ചു തെറ്റ് ചെയ്ത ആ പാവത്തിനെ ശിക്ഷിച്ചതിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് സർ. സർക്കാരിന്റെ ഭൂമിയിൽ കഞ്ചാവ് കൃഷിയും കള്ളക്കടത്തും നടത്തി കോടികൾ സമ്പാദിക്കുന്ന വലിയ കള്ളന്മാരുണ്ട് ഇവിടെ. അവരെ ഒതുക്കുക, അതാണ് സാർ ഇനി ഞങ്ങളുടെ ലക്ഷ്യം. ആവേശം കയറി സാഹസമൊന്നും കാട്ടരുത്. നിയമവും നീതിയും എല്ലാം നോക്കി നടത്താൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിനാണല്ലോ സാർ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരുടെ സഹകരണമുണ്ടെങ്കിൽ ഏത് താപ്പാനെയും ഞാൻ ഒതുക്കി തരാം. അങ്ങനെയുള്ള ഒരൊറ്റയാളെ ഈ നാട്ടിലുള്ളൂ, അച്ചായൻ. സർക്കാരിന്റെ ഏക്കർ കണക്കിന് വനത്തിൽ അച്ചായൻ കഞ്ചാവ് നട്ടിട്ടുണ്ട്. അവിടുന്ന് കഞ്ചാവ് വാറ്റി ഓയിലാക്കും, എന്നിട്ടത് മരുന്നാണെന്നുള്ള ലേബലിൽ പുറത്തേക്ക് കടത്തും. സാറിവിടെ പുതിയ ആളായതുകൊണ്ട് ഇതൊന്നും വലിയ പിടിയുണ്ടാവില്ല. അച്ചായനെ കുറിച്ചുള്ള പഴയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ട ചെയ്യാം. എന്താ? ശരി സാർ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വരട്ടെ. ഒളിച്ചു മറച്ചൊക്കെ ചെയ്തുകൂടായിരുന്നു. ഇനി ഒന്ന് ഇനിയെങ്കിലും ഈ കഞ്ചാവ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചെല്ലേ. അതെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടാ. വളരെ ഉപകാരം. സാരമില്ല, സാരമില്ല. അച്ചായനെ പറ്റി പറഞ്ഞത് ശരി കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ ഇലക്ഷൻ പരിപാടി എന്നപ്പം ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞാലല്ലേ കേടക്കട്ടട അച്ചായനിട്ട് ഒരു പാര. ഇത് വെറും ഒരു തുടക്കം മാത്രം. വേഗം കയറ്റടാ. വണ്ടി എടുക്കണം. എന്താ അതില്? മരുന്ന് തുറക്ക്. നീയൊക്കെ എന്താണ് പന്തങ്ങളുടെ പരിചാര്യപ്പോലെ നിൽക്കുന്നത്? ഇതൊക്കെ ഈ പണിക്ക് തൊള്ളല്ലയോ? അല്ലയോ? 19 ലക്ഷത്തിന്റെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോ നീയൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു. പോന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ അകത്തായനെ. അകത്തായേനെ. എടാ, നിന്റെ ഈ തോക്കില്ലായിരുന്നോ? ആ തോക്കിൽ ഉണ്ടായിരുന്നോ? എടാ, ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ തോക്ക് കാഞ്ചി വലിച്ച പൊട്ടുമായിരുന്നോ? എന്നാ ആ തോക്ക് അയാളുടെ നേരെ ചൂണ്ടി ചുമ്മാ കാഞ്ചങ്ങ് വലിക്കാൻ മേലായിരുന്നോ? എടാ, നീ എന്റെ മോനാന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. ഒരു കാര്യം ചെയ്, മോൻ ഓടി ക്ഷീണിച്ചു വന്നതല്ലേ, 2 എണ്ണം വീശിട്ടെ കിടന്നുറങ്ങാൻ നോക്ക. പോ, ഒന്ന് പോടാപ്പാ. എടാ, ഇങ്ങോട്ട് വാ. എന്തോ അവന്റെ പേര്? ഹരി. ഹരി. മോക്കെന്നെ മനസ്സിലാക്കി കാണത്തില്ല. ഞാനൊരു കൊച്ചു കച്ചവടക്കാരനാ. നാട്ടുകാർ അച്ചായാന്ന് വിളിക്കും. ഹരിയേട്ടൻ കാപ്പി കുടിക്കുക, ഞാൻ വിളിക്കാം. അയ്യോ, വിളിക്കണ്ട. ആഹാരം കഴിക്കുമ്പോ വിളിക്കാൻ പാടില്ല, ദൈവദോഷം ഉണ്ടാവും. മോളുടെ ഡാഡിയെ എനിക്കറിയാം. വറീച്ചൻ അബ്കാരി ബിസിനസ്സുമായി നടക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയക്കാരാ. അതെയോ? പ്രേമവിവാഹമായിരുന്നു അല്ലയോ? വറീച്ചന്റെ മോൾ അന്യജാതിക്കാരനെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഈ നാട്ടിൽ വരുമെന്നോ നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല മോളെ. എടാ ജോർജേ, കുറച്ച് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെയാ. വറീച്ചന്റെ മോളെ കാണാൻ വരുമ്പോ അച്ചായൻ എങ്ങനെ വെറും കൈയോടെ വരുന്നത്? ഞാൻ അച്ചായൻ ചില്ലറ കച്ചവടമൊക്കെ അങ്ങനെ കഴിയുന്നു. ബുദ്ധിമുട്ടിലാണേ. വന്ന കാര്യം പറയണം. എന്റെ ഒരാള് സാറിന്റെ കസ്റ്റഡിയിലുണ്ട്. പാവാ സാറേ, അവനെങ്ങ് വിട്ടേക്ക്. കഞ്ചാവ് ഓയിൽ കടത്തിയതാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. എടാ ജോർജേ,
സാർ ഇത് വാങ്ങണം. അല്ല പോലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കാം. എടുക്കണോ? ഇതെല്ലാം എടുത്തോണ്ട് പോടാ. അച്ചായന് കൊടുത്തേ ശീലമുള്ളൂ, കൊണ്ടുപോകാറില്ല. ഞാനും കൊടുക്കാറേ ഉള്ളൂ, വാങ്ങാറില്ല. എടുത്തോണ്ട് പോവാൻ. ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ജോർജേ, സാറിന് ഇതൊന്നും വേണ്ട. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എടുത്തു. എടുക്കണപ്പാ. സാറേ, സ്നേഹമുള്ളതുകൊണ്ട് പറയുക, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും ആവേശമൊക്കെ കാണിച്ച് മണ്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. മിസ്റ്റർ തോമസ് മാത്യു. മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ മകൻ തോമസ് മാത്യുവിനെ ഈ പേര് വിളിക്കുന്നവരാരും ഇന്ന് ഈ നാട്ടിലില്ല. ഉണ്ടോടാ? ഇല്ല. എല്ലാരും അച്ചായ എന്നാ വിളിക്കാറ്. സാർ ഈ നാട്ടിലുണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് കള്ളനോട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തോമസ് മാത്യുവിന്റെ പേരുള്ള ഫയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പണവും പദവിയും ഒക്കെ ആയപ്പോ അയാൾ പേര് മാറ്റിയ വിവരം ഞാനിപ്പോൾ അറിയുന്നത്. അറിഞ്ഞല്ലോ. അതെ, ആ പഴയ തോമസ് ആകാൻ അച്ഛൻ അധികം സമയമൊന്നും വേണ്ട. വരട്ടാതടോ. കൂടിപ്പോയാൽ താൻ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും. ഇതിനു മുമ്പും ഒരു സ്റ്റേഷനിൽ ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹരികുമാർ തന്നെപ്പോലുള്ള ഒരുത്തനെയെങ്കിലും അകത്താക്കിയിരിക്കും. കഞ്ചാവ് വാറ്റി ഓയിലാക്കി മരുന്നാണെന്ന ലേബിളിൽ കടത്താൻ ഇനി തന്നെ അനുവദിക്കില്ല. അയ്യോ സാറേ, സത്യമായിട്ട് ഞാൻ കയറ്റിയേക്കുന്നത് മരുന്ന. അത് കഞ്ചാവാണെന്ന് സാറിന് തോന്നിയോ? എങ്കിൽ സൂക്ഷിക്കണം. ആ കേട്ടോ മോളെ, ഈ മരുന്നിനൊരു കുഴപ്പമുണ്ട്. ചിലർക്ക് മരണം എടുക്കുമ്പോ ഇതിന് കഞ്ചാവിന്റെ മണമുണ്ടെന്ന് തോന്നും. പക്ഷെ സാറിന് അങ്ങനെ തോന്നി കാണത്തില്ല. ഉണ്ടോ സാറേ? എന്താ നിർത്തിക്കളഞ്ഞേ? ബാക്കിയൂടെ പറ. എടോ, വീട്ടിൽ കയറി വന്ന് ബഹളമുണ്ടാക്കിയെന്നും ഭീഷണിപ്പെടുത്തിയതിനും ഈ നിമിഷം എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം. തനിക്ക് മുകളിൽ വലിയ പിടിയുണ്ടല്ലോ, ചിലപ്പോ രക്ഷപ്പെട്ടെന്ന് വരും. എല്ലാ തെളിവുകളോടും കൂടി തന്നെ ഞാൻ അകത്താക്കും. അന്ന് സാറിന് 10 പവന്റെ ഒരു മാല അച്ചായം തരും. വരട്ടെ വരട്ടെ മോളെ. ഇവിടെ എന്തോ കരിയുന്ന മണമില്ലേ? ഉണ്ട്, ശവം കരിയുന്ന മണം. അതൊരു ദുർലക്ഷണമാണ്.